ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ആവിയിൽ വേവിച്ചെടുത്ത് വളരെ ഹെൽത്തിയായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒരു പാത്രത്തിലിട്ട് 2-3 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെയും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കവറിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു. കുറച്ചായിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് പാകത്തിന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കുറച്ചായി വെള്ളം ചേർത്ത് ഞാനിവിടെ കൂട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവും കുറച്ച് കൂടുതലായിട്ടാണ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ നീഡ് ചെയ്തെടുക്കാം. അഥവാ ഇത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ കൂട്ടിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇത് ചെറുപയർ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളപ്പറ്റൊന്നും ഉണ്ടാവില്ല. ചെറുപയർ നല്ലപോലെ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു അളവിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഈ ഒരു നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരിക മാത്രമേ വേണ്ടൂ. ഇത് നല്ലൊരു മണവും അതുപോലെ തന്നെ ഫ്ലേവർ കൂടാനും സഹായിക്കും. അപ്പോൾ ഇതാ തേങ്ങ ഞാനിപ്പം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം ആയാൽ മതി. കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ശർക്കരയിൽ തരിയും മണലൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ നിങ്ങൾക്ക് തരിയോ മണലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അളവ് ശർക്കര ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ശർക്കര ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അത് തേങ്ങയായിട്ട് നല്ലപോലെ യോജിച്ച് വരുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ ഒരു തേങ്ങയും ശർക്കരയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് ശർക്കര എന്ന് പറയുന്നത് ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ചെറുപയറും തേങ്ങയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വരണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചുക്ക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ മാറി പാനിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് റിലീസ് ആവുന്ന ആ ഒരു പാകം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ട് ഇനി ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. 5 ഉരുളകളാണ് എനിക്ക് ഈ ഒരു അളവിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിക്കാണ് പരത്തിയെടുക്കേണ്ടത്. അരികുകൾ ഒന്ന് അമർത്തി നടുഭാഗം പ്രസ് ചെയ്യാണ്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. നടുവിൽ കുറച്ച് കനത്തിലാണ് ഉണ്ടാകുക. സൈഡ് ഭാഗത്തേക്ക് നേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫില്ലിങ്ങിൽ ഒട്ടും വെള്ളപ്പറ്റില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നടുവിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അരികുകളൊക്കെ എടുത്ത് ഒന്ന് നല്ലപോലെ സീൽ ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക. ഇത് നമ്മൾ സാധാരണ കുഴക്കട്ട തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഒന്ന് നല്ലപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് തുറന്നു കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ തന്നെ സീൽ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാണാൻ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആപ്പിളൊക്കെ റാപ്പ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റാപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തിരുന്നു. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകളിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അതിന് ശേഷം ഒന്നെല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടും. ഇത് ചെയ്തെടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. കയ്യിൽ ഈ ഒരു റാപ്പർ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ശരിക്കും അവർ അതിശയപ്പെട്ടു പോകും ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഏത് പാത്രത്തിലാണോ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ആദ്യമേ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോയാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. സാധാരണ കൊഴക്കട്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെറുപയറിൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴക്കട്ടയായിരിക്കും ഇത്. ഗണേശ ചതുർത്ഥി ദിവസത്തിൽ പൂജയ്ക്ക് വെക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.